ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഒരു പാനിലോട്ട് കുറച്ച് ഓട്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സാക്കി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. നോമ്പിനൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പോളം ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലോട്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ ചില ആൾക്കാരെങ്കിലും ഒരു നിയത്ത് വെച്ചിട്ടുണ്ടാവും, അതായത് നല്ല ഹെൽത്തി ആയിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട് എന്നൊക്കെ, എന്നെ പോലെ. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് തെറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. അപ്പോൾ മുട്ട ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു വലിയൊരു ജാർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് സമയത്ത് ഇന്ന് വൈകിട്ട് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്തുണ്ടാക്കും എന്ന്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ദാണ്ടെ ഞാൻ ഇതുപോലെ ഇങ്ങനെ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എത്രയാണോ ഓട്സ് എടുത്തത് അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് ഓട്സ് എടുത്തേക്കുന്നത് കൊണ്ട് അതേ കപ്പിൽ തന്നെ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, പക്ഷേങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ ഈ ക്യാരറ്റുകളുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അരച്ചെടുത്തത് നമുക്ക് ഇനി ഒരു ബൗളിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ 1-2 ക്യാരറ്റുകൾ അരയാതെ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇടയ്ക്കൊക്കെ ക്യാരറ്റ് കിടക്കുമ്പോൾ ഒന്ന് കടിക്കാനൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ പാലൊക്കെ ചേർത്ത് ഡയറക്റ്റ് അങ്ങ് അരച്ചെടുത്തത് കൊണ്ടാണ് ഇടയ്ക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇനി അത് അരച്ചെടുക്കാനൊന്നും ഞാൻ മെനക്കിടുന്നില്ല. അപ്പോൾ ഇതുപോലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ബാറ്റർ കുറച്ച് ലൂസാണ്. അപ്പോൾ ഒരല്പം തിക്കാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗോതമ്പ് മാവും കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഞാൻ ഒരു അരക്കപ്പിലും താഴെയായിട്ടാണ് ഗോതമ്പ് മാവ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് എത്രയ്ക്ക് ലൂസായിട്ടിരിക്കുന്നോ അതിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/4 കപ്പിലും കുറച്ചും കൂടി കൂടുതലായിട്ട് അരക്കപ്പിലും താഴെയായിട്ട് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ആവശ്യമായിട്ട് തോന്നിയിട്ട് ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ആ ഗോതമ്പ് മാവിൽ കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സാക്കി കിട്ടണം. അപ്പോൾ ഈ ഗോതമ്പ് മാവിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഗോതമ്പ് മാവാണ് ചേർത്തത്, കുറച്ചും കൂടെ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഈ ഒരു കട്ടിയിലാണ് വേണ്ടുന്നത്, ഇതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ നമുക്ക് ഇനി ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അതിന് ഞാനൊരു പാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാനൊന്ന് ചൂടായി വരട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, ഡയറക്റ്റ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കൊരു ദോശ പോലെ ഇതങ്ങോട്ട് ചുട്ടെടുക്കാം. നല്ലൊരു കളറാണ് കേട്ടോ ഇതിന്, കുട്ടികളൊക്കെ ആകർഷിപ്പിക്കുന്ന കളറാണ്, നമുക്ക് ആകർഷിക്കാൻ പറ്റുന്ന കളറാണ് കേട്ടോ. അപ്പോഴും നല്ല കളറുമാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു ഭാഗം ഒന്ന് റെഡിയാകുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ നോമ്പ് കാലത്ത് മാത്രമല്ല, ഡയറ്റ് എടുക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ നമുക്ക് മടുക്കൂല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഓട്സൊക്കെ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുഞ്ഞായിട്ടല്ലേ ഉണ്ടാക്കിയത്, ഇനി കുറച്ചും കൂടെ വലുതായിട്ട് കൂടെ ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് അങ്ങ് ചൂടാവരുത് ഈ പാന്, ഒരു മീഡിയം ചൂടിലിരിക്കുമ്പോൾ വേണം ഇത് ഒഴിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ചൂട് കൂടുകയാണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വലുതാക്കി ഒന്ന് ചുടുകയാണ്. അപ്പോൾ ഒരു സൈഡ് ഒന്നായിട്ടുണ്ട്. ഇനി അതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡും കൂടെ ഒന്ന് റെഡിയാക്കാം.
ഇപ്പോൾ ദാണ്ട് രണ്ട് സൈഡും ഒന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ദോശയും ഒന്ന് ചുട്ടെടുത്തുകൊണ്ട് വരാം കേട്ടോ. ഇപ്പോൾ ദാണ്ട് ഞാൻ എല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓട്സ് മുട്ട ദോശയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.